നമസ്കാരം. ചാനൽ 5+ന്റെ എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്മസ് ആശംസകൾ. തിരുപ്പിറവിയുടെ സ്മരണബുദ്ധിക്ക് ഗൾഫിലും ഭക്തിസാന്ദ്രമായ ക്രിസ്മസ് ആഘോഷം. ക്രിസ്മസ് ദിനത്തിൽ ഗൾഫിൽ എവിടെയും പൊതു അവധിയില്ലെങ്കിലും പല സ്ഥാപനങ്ങളും ക്രിസ്ത്യാനികളായ ജീവനക്കാർക്ക് പ്രത്യേക അവധി നൽകിയിട്ടുണ്ട്. ക്രിസ്ത്യൻ ദേവാലയങ്ങളിൽ വിശ്വാസികൾ പ്രാർത്ഥനയിൽ ഒത്തുകൂടി. വ്യത്യസ്ത രാജ്യക്കാരും ഭാഷക്കാരും വർഗക്കാരും വർണ്ണക്കാരും ഒത്തുചേരുന്ന ഗൾഫ് നാടുകളിൽ പ്രാർത്ഥനയിലും ആചാരങ്ങളിലും ആഘോഷങ്ങളിലുമെല്ലാം വൈവിധ്യങ്ങൾ ദൃശ്യമാണ്. UAE-യിൽ വിവാഹം കഴിക്കണമെങ്കിൽ ഇനി മുതൽ ജനിതക പരിശോധന നിർബന്ധം. വരുന്ന ജനുവരി മുതൽ ഇത് നിർബന്ധമാകും. ഇത് എല്ലാ പൗരന്മാർക്കും വിവാഹത്തിന് മുമ്പുള്ള നിർബന്ധിത സ്ക്രീനിംഗ് പ്രോഗ്രാമിന്റെ ഭാഗമാക്കും. UAE-യിൽ എല്ലാ പൗരന്മാർക്കും പ്രവാസികൾക്കും വിവാഹത്തിന് മുമ്പുള്ള മെഡിക്കൽ പരിശോധന നിർബന്ധമായിരുന്നെങ്കിലും ജനിതക പരിശോധന ഇതുവരെ നിർബന്ധമായിരുന്നില്ല. പുതുവത്സരാഘോഷം. UAE-യിൽ വിപുലമായ പരിപാടികൾ. സുരക്ഷ കർശനമാക്കി ദുബായ് പോലീസ്. നഗരത്തിൽ മാത്രം 10,000-ലേറെ സുരക്ഷാ ഉദ്യോഗസ്ഥരെയാണ് ഇതിനായി നിയോഗിച്ചിട്ടുള്ളത്. ആരോഗ്യ സുരക്ഷയ്ക്കായി 200-ലേറെ ആംബുലൻസുകളും 1,800-ഓളം മെഡിക്കൽ ജീവനക്കാരും സജ്ജരാണ്. ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ 10 ഹോസ്പിറ്റലുകളും സജ്ജമാക്കിയിട്ടുണ്ട്. വാഹനങ്ങളുടെ തിരക്ക് കണക്കിലെടുത്ത് ദുബായ് മാൾ, സബീൽ, MR ബോളിവുഡ്സ് എന്നിവിടങ്ങളിലായി 20,000-ഓളം അഡീഷണൽ പാർക്കിംഗ് സ്പേസും ഒരുക്കിയിട്ടുണ്ട്. ഡിസംബർ 31 വൈകുന്നേരം 3 മണി മുതൽ ദുബായിലെ പ്രധാന ആഘോഷ ഇടങ്ങളിലേക്കെല്ലാം ഷട്ടിൽ ബസ് സർവീസുകളും ഉണ്ടായിരിക്കുമെന്ന് RTA വൃത്തങ്ങൾ അറിയിച്ചു. വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവരും കാൽനട യാത്രക്കാരും പൊതുമര്യാദകൾ പാലിക്കണമെന്ന് അബുദാബി പോലീസ്. കഴിഞ്ഞ ഈദ് അൽ ഇദ്ഹ ദിനത്തിൽ മാത്രം റോഡിൽ തുപ്പുക, റോഡിലും മറ്റും സ്പ്രേ പെയിന്റ് ഉപയോഗിച്ച് കളർ ചെയ്യുക എന്നീ കുറ്റങ്ങൾക്ക് 670-ലേറെ പേർക്കാണ് പിഴ ചുമത്തിയതെന്നും പോലീസ് അറിയിച്ചു. ഖത്തറിലെ ദോഹയിൽ മലയാളി എഞ്ചിനീയർ ഹൃദയാഘാതം മൂലം മരിച്ചു. തിരുവനന്തപുരം പള്ളിനട കഴക്കൂട്ടം സ്വദേശി റയീസ് നജീബാണ് മരിച്ചത്. 21 വയസ്സായിരുന്നു. ഖത്തർ ഇസ്ലാമിക് ഇൻഷുറൻസ് കമ്പനിയിൽ ജോലി ചെയ്യുന്ന നജീബ് അനീഫയുടെയും ഖത്തർ എനർജിയിൽ ജോലി ചെയ്യുന്ന ഷഹീന നജീബിന്റെയും മകനാണ്. കുവൈറ്റിൽ നടക്കുന്ന അറേബ്യൻ ഗൾഫ് കപ്പ് ഇന്ന് യമൻ സൗദി അറേബ്യയുമായും ബഹ്റൈൻ ഇറാഖുമായും ഏറ്റുമുട്ടും. വൈകുന്നേരം 6:25-നാണ് യമൻ സൗദി മത്സരം. രാത്രി 9:30-ന് ബഹ്റൈൻ ഇറാഖുമായും ഏറ്റുമുട്ടും. പോയിന്റ് പട്ടികയിൽ ഗ്രൂപ്പ് എയിൽ ഇപ്പോൾ 4 പോയിന്റുകൾ വീതം നേടി ഒമാനും കുവൈറ്റുമാണ് മുന്നിൽ. ഗ്രൂപ്പ് ബിയിൽ 3 വീതം പോയിന്റ് നേടി ബഹ്റൈനും ഇറാഖുമാണ് മുൻനിരയിൽ. അതുകൊണ്ട് തന്നെ ബഹ്റൈൻ ഇറാഖ് മത്സരം തീപാറുമെന്ന വിശ്വാസത്തിലാണ് ഫുട്ബോൾ പ്രേമികൾ.